തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലടക്കം ഇത് ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുകയാണ്. ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. ലവ് ജിഹാദ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് കോട്ടയത്തെ NDA സ്ഥാനാർത്ഥിയും BDJSന്റെ നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു. ലവ് ജിഹാദിന്റെ കണക്ക് എല്ലാ ബിഷപ്പുമാരുടെയും കൈകളിലുമുണ്ട്. കേരള സ്റ്റോറി എല്ലാവരെയും കാണിക്കുകയാണ് വേണ്ടത്. കേരള സ്റ്റോറി റിയൽ സ്റ്റോറിയാണെന്നുമാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. തീർച്ചയായും കാണിക്കണം. ഇതുപോലുള്ള വികൃതിതരം കാണിക്കുന്ന ആളുകൾ തുറന്നു കാണിക്കണ്ടേ? അതിന് എന്താ തെറ്റുള്ളത്? കാര്യം ഒരു ശരിക്കും ആ ഒരു വിഭാഗത്തെ തന്നെ ചീത്തയാക്കുന്ന രീതിയിൽ അതിനകത്ത് വളരെ മൈനോറിറ്റി ആയിട്ട് നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന വൃത്തികേടാണ് ഈ പറയുന്ന കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിലുള്ള ലോകത്തിലുള്ള മുഴുവൻ ആളുകളും അവരെ മൊത്തത്തിൽ ആ സമുദായത്തെ മൊത്തം അങ്ങനെ കാണുന്ന രീതിയിലേക്ക് കൊണ്ടുപോയതാരാ? ഞങ്ങളാരും അല്ലല്ലോ. ഇപ്പോൾ ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെടുന്നവരോ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നവരോ ഒന്നുമല്ല അവരിങ്ങനെ കാണുന്ന സിറ്റുവേഷൻ ഉണ്ടായത്. ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ചില ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിട്ടുള്ളത്. അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ജനറലൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരിക്കലും ശ്രമിക്കുന്നില്ല. ആ മൈനോറിറ്റി ആളുകൾ ചെയ്തിട്ടുള്ള കാര്യം തുറന്ന് കേരളത്തിലുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അത് ഒരു സംശയമില്ല. 100% എന്ത് സംശയം? 100% ലൈവ് ജിഹാദ് നിലനിൽപ്പുണ്ട്. അതിൻ്റെ കണക്കുകൾ മുഴുവൻ എല്ലാ ബിഷപ്പുമാരുടെ കയ്യിലുണ്ട്. അതുകൂടെ പള്ളികളിൽ കയറി പ്രശ്നം ഉണ്ടാക്കുന്ന ആരാണ്? ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ കയറി പള്ളിയിൽ കയറിയിട്ട് ഇത്രയും വൃത്തികേട് കാണിച്ച് എന്ത് നടപടിയെടുത്തു? എല്ലാം വർത്താനം പറഞ്ഞാലും പോയി. ബേസിക്കലി കാരണം അത് ആ സമുദായത്തിൻ്റെ മുഴുവൻ ആളുകളുടെ താല്പര്യമാണത്. അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ എതിരാണ്. മുസ്ലിം സഹോദരന്മാർ എനിക്ക് എത്രയോ സുഹൃത്തുക്കളുണ്ട്. അവരാരും ഒരാളിതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ മൈനോറിറ്റി ആയിട്ട് നടക്കുന്ന ആളുകൾ കുറച്ച് ആളുകൾ കാണിക്കുന്ന വൃത്തികേടിന് ആ ഒരു ഒറ്റ സമുദായമാണ് പിന്നെ ബുദ്ധിമുട്ടിലാകുന്നത്. ഒരിക്കലും കേരള സ്റ്റോറി കേരളത്തിലെ എല്ലാ മലയാളിയും കാണണം എൻ്റെ അഭിപ്രായം. ഇന്ത്യയിലുള്ളതല്ല ലോകത്തിലുള്ളവർ മുഴുവൻ കാണണം. ഇത് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള വൃത്തികേട് ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത്. ഇത് റിയൽ സ്റ്റോറിയാണത്.